നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കിയേക്കും. പകരം ഈ ചുമതല ADGP H വെങ്കിടേഷിന് നൽകാനാണ് സാധ്യത. അജിത് കുമാറിന്റെ അവധി നീട്ടിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. സെപ്റ്റംബർ 14 മുതൽ 4 ദിവസത്തേക്ക് അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കും. ഓണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം തന്നെ അജിത് കുമാർ അവധിക്കായി അപേക്ഷിച്ചിരുന്നു. ഈ അവധി നീട്ടാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ശനിയാഴ്ച രാത്രി DGPയും H വെങ്കിടേഷും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അജിത് കുമാറിന് പകരം ADGP ആയി H വെങ്കിടേഷിനൊപ്പം R ശ്രീജിത്തിന്റെ പേരും മുന്നോട്ട് വരികയുണ്ടായി. എന്നാൽ R ശ്രീജിത്ത് ഇതിന് തയ്യാറല്ലാത്തതിനാൽ ക്രൈം ADGP വെങ്കിടേഷ് ക്രമസമാധാന ചുമതലയുള്ള പകരം ADGP ആയി ചുമതലയേൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. H വെങ്കിടേഷിന് ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ തന്നെ ഉണ്ടായേക്കും. അതേസമയം ADGP ആരെയെങ്കിലും കാണുന്നത് പാർട്ടിയുടെ വിഷയമല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചത്. BJPയോടുള്ള CPMന്റെ സമീപനം എല്ലാവർക്കും അറിയാമെന്നും വിവാദം സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. തൃശൂർ പൂരം കലക്കാനാണ് ADGP MR അജിത് കുമാറും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയും കൂടിക്കാഴ്ച നടത്തിയത് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു BJPയുടെ ആഗ്രഹം. അതിന് ADGP വഴി മുഖ്യമന്ത്രി നൽകിയ ദൂതിന് തങ്ങൾ സഹായിക്കാമെന്നായിരുന്നു BJPയുടെ ഉറപ്പ്. അതിന്റെ തുടർച്ചയായാണ് തൃശൂർ പൂരം കലക്കിയത് എന്നും VD സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം തൃശൂർ പൂരം കലക്കാനാണ് ADGP MR അജിത് കുമാറും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയും കൂടിക്കാഴ്ച നടത്തിയത് എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു BJPയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ADGP ദൂതനായത് എന്നാണ് താൻ പറഞ്ഞത്. തൃശൂർ പൂരം കലക്കുക എന്നത് BJPയുടെയും CPMന്റെയും പ്ലാൻ ആയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വഴി അത് നടപ്പിലാക്കുകയായിരുന്നു. വിശ്വാസം, ഹിന്ദു ആചാരം എന്നൊക്കെ പറയുന്നവർ ഇന്ന് ഉത്സവം കലക്കാൻ കൂട്ടുനിൽക്കുകയാണ് എന്ന് BJP ഉന്നം വെച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന BJP ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ്. അവരാണിപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്നും VD സതീശൻ പറഞ്ഞു.